തിരുവനന്തപുരം മുഴുവൻ ജലധൂർത്തി കോമ്പൗണ്ടിലെ മതിൽ കനത്ത മഴയിൽ തകർന്നു വീണ് 2 വീടുകൾക്ക് നാശനഷ്ടം. ശേഷിക്കുന്ന ഭാഗവും എപ്പോൾ വേണമെങ്കിലും നിലം പതിക്കാവുന്ന അവസ്ഥയിലാണ്. പുതിയ മതിൽ ഉടൻ നിർമ്മിച്ചു നൽകണമെന്നും അല്ലെങ്കിൽ സ്ഥിതി ആശങ്കാജനകമാകുമെന്നുമാണ് പ്രദേശവാസികൾ പറയുന്നത്. തിരുവനന്തപുരം മുടവൻമുകളിലെ വാട്ടർ അതോറിറ്റിയുടെ സ്ഥലത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വൻ മതിലിന്റെ ഭാഗമാണ് ഇന്ന് വെളുപ്പിനെ 2 വീടുകൾക്ക് മുകളിലേക്ക് പതിച്ചിരിക്കുന്നത്. ഒരു വീടിന്റെ പിൻവശത്തേക്കാണ് ഈ കല്ലും മണ്ണും ഉൾപ്പെടെ വലിയൊരു മൺകൂനിയായി പുലർച്ചെയോടെ പതിക്കുന്ന സാഹചര്യമുണ്ടായത്. വാട്ടർ അതോറിറ്റി അധികൃതർ ഉടൻ തന്നെ സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വലിയ ആശങ്കയിലാണ് കുടുംബങ്ങൾ. എന്നോടൊപ്പം ചേരുന്നു ഈ മണ്ണിടിഞ്ഞ് വീണ സ്ഥലത്തെ കുടുംബാംഗങ്ങൾ. എന്താ പേര്? രാജം. ഇതിന് മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഇതിനൊന്നും ഉണ്ടായിട്ടില്ല. എന്താ സംഭവിച്ചത്? ഇത് രാവിലെ ഒരു 4:30 മണിക്ക് ഞങ്ങള് എന്നും രാവിലെ പുറത്തിറങ്ങണതാണ്. അപ്പോൾ അന്നായപ്പോ പിന്നെ അകത്ത് നിന്നിട്ട് പിന്നെ പുറത്തിറങ്ങാന്ന് പറഞ്ഞ് അകത്ത് നിന്ന് ഗ്യാസ് കത്തിച്ച് തുടങ്ങിയപ്പോഴാണ് ഈ സൗണ്ട് പുറപുറ സൗണ്ടും കേട്ട് അവിടെ ഒരു വാട്ടർ ട്രീയിൽ ഒരു ടാങ്ക് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ടാങ്കാണ് അത്, വലിയൊരു ടാങ്ക്. അത് പൊട്ടി അതിന്റെ വെള്ളമെല്ലാം വീട്ടിനകത്ത് കയറി. പിന്നെ ഞങ്ങൾക്ക് പേടിയായിരുന്നു, പറ വന്ന് വീഴുന്നോണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഈ വീട്ടിൽ താമസിക്കണവരാണെങ്കിൽ രാവിലെ എന്നും പുറത്ത് കഞ്ഞി വെക്കാൻ ഇറങ്ങണതാണ്. ഇന്ന് ഇത്തിരി മഴയായതുകൊണ്ട് അവര് അതുകൊണ്ട് അവര് രക്ഷപ്പെട്ടു. പിന്നെ എന്റെ വീട്ടിലാണെങ്കിൽ ഒരു അമ്മച്ചിയുണ്ട്. അമ്മച്ചിയുടെ കിടക്കണ മുറിയിൽ 3 ജന്നലും പാളിയും പൊളിഞ്ഞിട്ട് ഇത് കണ്ണാടിച്ചില്ലൊക്കെ അമ്മച്ചിയുടെ പുറത്തൊക്കെ വീണ് അമ്മച്ചി കിടപ്പാണ്. അങ്ങനെ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇപ്പൊ എന്താണ് വാട്ടർ അതോറിറ്റി അധികൃതർ? ഇവരൊന്നും ഞങ്ങളുടെ പറഞ്ഞില്ല. പക്ഷെ ഞങ്ങൾക്ക് അത്യാവശ്യം ഈ ഇവിടത്തെ ഇത് മാറ്റണം, ഇല്ലെങ്കിൽ ഇത് ഇടിഞ്ഞ് താഴെ വീഴും. കല്ലും ഇതെല്ലാം കൂടെ വെച്ചാൽ വലിയ ഫുള്ള് ഇതിനില്ല. താൽക്കാലികം ഞങ്ങളിത് വാർത്ത് എടുത്തതാണ് ഇത്രയും. എന്ന് വെച്ചാൽ വിറവിന്റെ ഒക്കെ ബുദ്ധിമുട്ടുകൊണ്ട് വിറവ് വെച്ച് മതി. അപ്പൊ അത് ഇതിനുള്ള ഇത് ഇല്ല. അപ്പൊ ഇപ്പോൾ തന്നെ സൈഡുകൾ പൊട്ടി തുടങ്ങി. ഇത് മൊത്തം പൊട്ടി വീഴുന്നുമ്പോ ഇതിനെ മാറ്റി തരണം ഞങ്ങൾക്ക്. അടിയന്തരമായി പ്രശ്നത്തിൽ ഇടപെടും. ഈ കല്ലും മണ്ണും എല്ലാം ഇവിടുന്ന് നീക്കി കുറച്ചുകൂടെ ബലവത്തായ രീതിയിൽ മതില് പുനർനിർമ്മിക്കാനുള്ള നീക്കങ്ങളിലേക്ക് വൈകാതെ തന്നെ കടക്കുമെന്നാണ് വാട്ടർ അതോറിറ്റി ന്യൂസ് 18നോട് പ്രതികരിച്ചത്. ഇന്നലത്തെ രാത്രി ശക്തമായ മഴയിലാണ് ഇടിഞ്ഞു വീഴുന്നത്. ഇപ്പൊ നിലവിൽ വീട്ടിൽ ഇടിഞ്ഞു വീഴുന്നത് മാറ്റി ജെ സി ഉപയോഗിച്ച് മാറ്റിയിട്ട് ബാക്കി ഒന്നേന്ന് പൊളിച്ച് കെട്ടിയാലേ പറ്റുള്ളൂ. അതിനുള്ള അറേഞ്ച്മെന്റ് ചെയ്യുന്നുണ്ട്. തൽക്കാലത്തേക്ക് വീട്ടിലോട്ട് ഇടിഞ്ഞു വീഴുന്ന എല്ലാം തന്നെ മാറ്റാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അതേസമയം ദുർബലമായ അവസ്ഥയിലാണ് ഈ മതിലിന്റെ മറ്റ് ഭാഗങ്ങളും. അടിയന്തരമായ ഒരു ഇടപെടൽ അനിവാര്യമാണ്. അതല്ല എങ്കിൽ മതിലിന്റെ ശേഷിക്കുന്ന ഭാഗങ്ങൾ കൂടി ഇപ്പോൾ ഒരു നടുഭാഗത്തുള്ള കല്ലും മണ്ണുമൊക്കെയാണ് തകർന്ന് താഴേക്ക് പതിച്ചിരിക്കുന്നത്. അതിന്റെ ഇരുവശങ്ങളും സമാനമായ തരത്തിൽ ബലക്ഷയമുള്ള അവസ്ഥയിൽ തന്നെയാണ്. ഈ ഇടപെടൽ വലിയ മഴ ശക്തമാകുന്നതിന് മുമ്പ് തന്നെ അതിവിടെ നിന്ന് നീക്കി കുറച്ചുകൂടെ ബലവത്താകാനുള്ള ഒരു നീക്കം ഉണ്ടായില്ലെങ്കിൽ ശേഷിക്കുന്ന ഭാഗം കൂടെ നിലത്തേക്ക് പതിക്കും. അത് മറ്റ് സമീപത്തുള്ള വീടുകളെ കൂടി പ്രതികൂലമായി ബാധിക്കുന്ന സാഹചര്യം ഉണ്ടാകും എന്നതാണ് നിലവിലെ സ്ഥിതി. ക്യാമറമാൻ അരുണിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.